ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സ്റ്റാൻഡേർഡിലെ EVSൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. EVSൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കാം നമുക്ക് ചാപ്റ്റർ. ഇതിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചറിൽ കുറേ ആനിമൽസ്, ബേർഡ്സ്, ട്രീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ പേര് ടു ദ വേൾഡ് ഓഫ് അനിമൽസ്, ജന്തുലോകത്തേക്ക്. Wow, all of you have come early today. Very good. Seeing her friends, Mitra came out of her house. അപ്പോൾ ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ. എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? Among these, which creatures do Mithras raise? Which creatures do humans raise as pets? അപ്പോൾ ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാകും? ഏതൊക്കെ ജീവികളാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഏതൊക്കെയാണ്? പട്ടി, പൂച്ച, കോഴി, താറാവ്, ആട്, പശു, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് പെറ്റ്. അപ്പൊ നോക്കൂ, ചിത്രത്തിൽ ഏതെല്ലാം ജീവികളാണുള്ളത്? വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? നമ്മൾ കണ്ടു പിക്ചറിൽ എന്തൊക്കെ ജീവികളുണ്ട്. കോഴികളുണ്ട്, ഹെൻസ് ആൻഡ് ചിക്സ്, റൂസ്റ്റർ, ക്യാറ്റ്, പീജിയൻസ്, കാഫ്, ബട്ടർഫ്ലൈ, ക്രോ, സ്ക്വിറൽ, വുഡ്പെക്കർ, പാരറ്റ്. കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും, പൂവൻകോഴി, പൂച്ച, പ്രാവുകൾ, പശുക്കുട്ടി, ശലഭം, കാക്ക, അണ്ണാൻ, മരംകൊത്തി, തത്ത, ഇതെല്ലാം ഈ പിക്ചറിൽ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാം. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാണാം. ഈ ചിത്രത്തിൽ ഇത് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ജീവികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നെയിം ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി കീപ് ഇൻ അവർ ഹൗസസ്. ഏതൊക്കെ ജീവികളെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? നമ്മൾ വീട്ടിൽ വളർത്തുന്നത് ആരെയൊക്കെയാണ്? കൗ, ഗോട്ട്, ബഫല്ലോ, ചിക്കൻ, ഡക്ക്, പാരറ്റ്, ഡോവ്, മൈന, ലവ് ബേർഡ്സ്, ക്യാറ്റ്, ഡോഗ്. ഇതൊക്കെ നമ്മൾ എവിടെ വളർത്തുന്നവയാണ്? വീട്ടിൽ വളർത്തുന്നവയാണ്. പശു, ആട്, എരുമ, കോഴി, താറാവ്, തത്ത, പ്രാവ്, മൈന, ലവ് ബേർഡ്സ്, പൂച്ച, നായ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നവയാണ്. ഓക്കെ, അടുത്ത, വൈ ഡു വി റൈസ് അനിമൽസ്? നമ്മൾ അനിമൽസിനെ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നാം ജീവികളെ വളർത്തുന്നത്? ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി, ഫോർ എന്റർടൈൻമെന്റ്, ഫോർ ഇൻകം. ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, വിനോദത്തിന് വേണ്ടി. എന്തെങ്കിലും നമ്മളിപ്പോൾ കോഴിയൊക്കെ ആണെങ്കിൽ മുട്ട വിറ്റ് നമ്മൾ കാശൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ ഒക്കെയാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളതൊക്കെയാണ്. അടുത്ത് നോക്കൂ. How do the given domestic animals benefit us? കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക കൊടുത്തിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അനിമൽസ്, ഗോട്ടാണെങ്കിൽ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? ഫോർ മിൽക്ക്, മീറ്റ്, പാലിനും മാംസത്തിനും വേണ്ടി. കോഴിയാണെങ്കിൽ എന്തോന്നാണ്? എഗ്ഗ്, ഫിഷ്, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ട്. എഗ്ഗ്, ഫ്ലഷ്, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി. കൗ ആണെങ്കിലോ ഫോർ മിൽക്ക്, ഫോർ ഡങ്, പാലിനും ചാണകത്തിനും വേണ്ടി. ലവ് ബേർഡ്സ് ആണെങ്കിൽ ആസ് പെറ്റ്സ്, ഫോർ ഇൻകം, കൗതുകത്തിന് വേണ്ടിയിട്ട്, ആദായത്തിന് വേണ്ടിയിട്ട്. ഡോഗ് ആണെങ്കിൽ ഫോർ സേഫ്റ്റി, ഫോർ ഇൻകം, ആദായത്തിന് വേണ്ടിയിട്ടും ഇൻകത്തിന് വേണ്ടിയിട്ടും. ഓക്കെ, വി റൈസ് അനിമൽസ് ഫോർ വേരിയസ് പർപ്പസ്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം അനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്.
വി കീപ് സം അതർ അനിമൽസ് ഫോർ പ്ലഷർ. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളും ഉണ്ട്. അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവികളെ വളർത്തുന്നത്. ചിലതിന് നമ്മൾ എന്തോന്ന് പാൽ, മുട്ട, മാംസം തുടങ്ങിയ ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചിലത് കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നു. കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നു എന്ന് പറഞ്ഞാൽ തത്ത, ലവ് ബേർഡ്സ്, അതൊക്കെ നമ്മൾ കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നവയാണ്. ഓക്കെ. മെനി ക്രീച്ചേഴ്സ്, എത്ര ജീവികൾ. അതായത് കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ള എഴുതാനായിട്ടുണ്ട്. നോക്കാം. ഹൗ മെനി ക്രീച്ചേഴ്സ് കുഡ് യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് എത്ര ജീവികളെ പേരുകൾ അറിയാം, എഴുതി നോക്കാനാണ്. ആദ്യത്തെ ആരാണ്? ലിസാഡ്. രണ്ടാമത്തെ സ്നീസ്, ഒച്ച്. 3 ആൻഡ്, മോത്ത്, ചകോരം, പൂരം, പിന്നെ ബാറ്റ്, വവ്വാല്, മോണിറ്റർ ലിസാഡ്, ഉടുമ്പ്, മില്ലിപേഡ്, തേരട്ട. ഓക്കെ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്രീച്ചേഴ്സ് ആണ്. ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇപ്പൊ നമ്മുടെ വീടിനും പരിസരത്തൊക്കെ ആയി ജീവിക്കുന്നവയാണ് അല്ലേ? ആർ ദെയർ എനി ഡൊമസ്റ്റിക് അനിമൽസ് എമംഗ് ദീസ്? ഇവയിൽ വളർത്തു ജീവികളുണ്ടോ? ഉണ്ടോ? നോ, ഇല്ല. ഉണ്ടോ? Find out more creatures in and around your home and write down their names in your environmental science diary. വീട്ടിലും പരിസരത്തും ഉള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ഡിഡ് യു ഫ്രണ്ട്സ് ഫൈൻഡ്? നിങ്ങൾക്ക് എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈനി വോൺസ് ആൻഡ് ഗെയിംസ്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. They say the names of creatures. മിത്രയും മിത്രയുടെ കൂട്ടുകാരും കൂടെ ഒരു ഗെയിം കളിക്കുകയാണ്. എന്തോന്നാണ്? ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുന്നത് ആരാണ് എന്നുള്ളത്. നമുക്ക് ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, കാമിലിയൻ, ബീറ്റിൽ, കൗ, പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കാനും പറയാണ്. അങ്ങനെ ഇവർ കണ്ടെത്തിയ ജീവികളുടെ പടമൊക്കെ വരച്ചിരിക്കുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Did you see the pictures of the creatures that Mitra drew? മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കാനാണ്. എന്നിട്ട് ജീവിയെ കൂട്ടുകാരെ തിരിച്ചറിയണം. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രമൊക്കെ വരച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഗെയിമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ പട്ടികപ്പെടുത്തിയ ജീവികളിൽ ഏറ്റവും ചെറുത് ഏതാണെന്നും ഏറ്റവും വലുത് ഏതാണെന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വലുത് ഏതാണെന്നൊക്കെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി എഴുതാനും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് നോക്കാം. ചെറിയ ജീവികള്, വലിയ ജീവികൾ, അതൊക്കെ സ്മാൾ അനിമൽസ്, ലാർജസ്റ്റ് അനിമൽസ്. പേൻ, ചെള്ള്, മൂട്ട, ചാഴി, കൊതുകൊക്കെ സ്മാൾ അനിമൽസ്, ചെറിയ ജീവികളാണ്. ലൈസ്, ഫ്ലിയർ, ബാക്ക്, റൈസ്, എർത്തഡ് ബഗ്, മോസ്കിറ്റോ. പിന്നെ ലാർജസ്റ്റ് ആനിമൽസിൽ എലിഫന്റ്, ബ്ലൂ വെയിൽ, റൈനോസേഴ്സ്, ബഫല്ലോ, ജിറാഫ് ഒക്കെ ലാർജസ്റ്റ് ആനിമൽസിൽ വരുന്നവ. ഇനി എഴുതാൻ നമുക്ക് ഇഷ്ടംപോലെ. ഓക്കെ. ഹാവിൻ യു സീൻ മെനി ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്? വിച്ച് ആർ ദേ? നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസരത്ത് ഇതുപോലെ അനേകം ചെറുജീവികൾ ഉണ്ടാവും. അവ ഏതെല്ലാണെന്ന്, ഇവയെല്ലാം ഒരേ വലിപ്പമുള്ളതാണോ എന്നൊക്കെ നിരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത, വേർ ഷാൾ വി ഒബ്സർവ്? നമുക്ക് ഇതൊക്കെ എവിടെയെല്ലാം, ഈ ജീവികളെ നമുക്ക് എവിടെയെല്ലാം ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. ഇൻ ദ സോയിൽ, മണ്ണിൽ നോക്കാം. ഇൻ പ്ലാന്റ്സ്, മണ്ണിൽ കാണും കുഞ്ഞു കുഞ്ഞു ജീവികൾ. അതെനിക്ക് പ്ലാന്റ്സിൽ കാണും. ചെടികളിൽ കാണും ചെറിയ ചെറിയ പ്രാണികൾ. ബുഷസ്, തോട്ടം, അതെനക്ക് റോക്സ്, പാറയുടെ അടിയില്, പാഡി ഫീൽഡിലൊക്കെ ഇതുപോലുള്ള കുഞ്ഞു ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. ഹാവ് യു seen many tiny creatures in your school surrounding? Which are they?
അടുത്ത് നോക്കൂ, ഫിംഗർ ഡ്രോയിങ്സ്, വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങളാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ അടുത്ത് ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഐഡന്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിംഗ് ദ ബോഡി പാർട്സ് ഓഫ് ദ പിക്ചർ. പിക്ചറിന്റെ ബോഡി പാർട്സ്, പിക്ചറിൽ കുറച്ച് ബോഡി പാർട്സ് തന്നിട്ടുണ്ട് ആനിമൽസിന്റെ, അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. എലിഫന്റ്, പീകോക്ക്, സീബ്ര, ഹെൻ, ആന, മയിൽ, സീബ്ര, കോഴി, അത്രയൊക്കെ തന്നിരിക്കുന്നത്. സവിശേഷതയിലെ വൈവിധ്യം, ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത, ആർ ദെയർ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ഐഡന്റിഫൈ ബൈ ഒബ്സർവിംഗ് ദെയർ കളർ. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ? പുള്ളികൾ കണ്ടാലോ? അങ്ങനെ പല രീതിയിൽ നമുക്ക് ജീവികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, കൊമ്പുള്ളവ ജീവികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, കൊമ്പുള്ളവ, ചിറകുള്ളവ, കുളമ്പുള്ളവ, പല്ലുള്ളവ, 4ൽ കൂടുതൽ കാലുള്ളവ എന്നിങ്ങനെ ജീവികളെ തിരിച്ചിരിക്കുകയാണ്. ഗോട്ട് കൊമ്പുള്ളതില്, ചിറകുള്ളതില് കാക്ക, കുളമ്പുള്ളതില് പശു, പല്ലുള്ള മുയൽ, പിന്നെ 4ൽ കൂടുതൽ കാലുള്ളത് ഉറുമ്പ്. അടുത്ത് നോക്ക്, കൊമ്പുള്ളതില് ആരെ പറയാം? മാൻ പറയാം, പിന്നെ കൗ പറയാം. അത് കഴിഞ്ഞിട്ട് ചിറകുള്ളതില് പാരറ്റ്, ബട്ടർഫ്ലൈ, ക്രോ. കുളമ്പുള്ളത് കൗ, ഹോഴ്സ്, പിഗ്. പല്ലുള്ളവ റാബിറ്റ്, ജിറാഫ്, എലിഫന്റ്. 4ൽ കൂടുതൽ കാലുള്ളത് ഉറുമ്പ്, സ്പൈഡർ, സ്കോർപിയോ. ഓക്കെ, അടുത്ത് നോക്ക്, എവരി ക്രീച്ചേഴ്സ് ഈസ് ഡിഫറെന്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രിപ്സ് എക്സെട്ര. ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. ഓക്കെ, ജീവികൾ ഏതെല്ലാം വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമുക്ക് ഏതെല്ലാം പറയാം? ഷേപ്പ്, സൈസ്, കളർ, സ്പോട്സ്, സ്ട്രിപ്സ്, ഹോൺസ്, ഹൂപ്സ്, നെയിൽസ്. ആകൃതി, വലിപ്പം, നിറം, പുള്ളികൾ, വരകൾ, കൊമ്പ്, കുളമ്പ്, നഖ ഇവയിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഓരോ ജീവികളെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അടുത്തിന് സീ ക്രീച്ചേഴ്സ്. കടലിലെ ജീവികൾ ഏതൊക്കെയാണ്? ഇതാ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? സീ ഹോഴ്സ്, കടൽ കുതിര, സീ കടൽ മുള്ളൻ പന്നി, സീ കുക്കുംബർ കടൽ വെള്ളരി, സീ കൗ കടൽ പശു. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാലോ. മീനുകൾ മാത്രമല്ല, മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിൽ ഉണ്ട്. നോക്കാം, സീ ക്രീച്ചേഴ്സ്, കടൽ ജീവികൾ ഏതൊക്കെയാണെന്ന്. സീ ക്രാബ്, ഷാർക്ക്, റെക്ടിക്കുലേറ്റ് വിസ്പെറി, സീ ടർട്ടിൽ, സാർഡൈൻ, മാക്കറേൽ, ബ്ലൂ വെയിൽ. കടൽ ഞണ്ട്, സ്രാവ്, തീരണ്ടി, കടലാമ, മത്തി, അയല, നീലത്തിമിംഗലം ഇതെല്ലാം സീ ക്രീച്ചേഴ്സിൽ വരുന്നതാണ്. ഇതാ ഇതിൽ ഓരോന്നിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സീ കുക്കുംബർ കടൽ വെള്ളരി, സീ കൗ കടൽ പശു. നോക്ക്, കടൽ കുതിര ഒരിനം കടൽ മത്സ്യമാണ് കടൽ കുതിര എന്ന് പറയുന്നത്. കുതിരയുടേത് പോലുള്ള തലകൾ. പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുകയും മുട്ടകൾ വിരിയുമ്പോൾ കുഞ്ഞുകൾ പുറത്തു വരികയും ചെയ്യുന്നു. അതാണ് സീ ഹോഴ്സിനെ കുറിച്ച്. ദ സീ ഹോഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് marine fish. Horse-like heads, eggs laid by female seahorses are deposited in pouches on the body of the male seahorse, and when the eggs hatches, the young emerge. അടുത്താരെ? കടൽ മുള്ളൻ പന്നി, sea hedgehog. It is a spherical fish which spines all over its body. This creature has the ability to inflate its body like a balloon. ശരീരമാസകലം മുള്ളുകളുള്ള പന്താകൃതിയിലുള്ള ഒരു മത്സ്യമാണിത്. ശരീരം ബലൂൺ പോലെ വീർപ്പിക്കാനുള്ള കഴിവ് ഈ ജീവിക്കുണ്ട്.
അടുത്ത സീ കുക്കുംബർ ഫൗണ്ട് ഇൻ ഏരിയാസ് നിയർ ദ സീ ഫ്ലോർ എ ക്രീച്ചേഴ്സ് ഷേപ്ഡ് ലൈക്ക് എ കുക്കുംബർ. കുക്കുംബറിന്റെ ആകൃതിയിൽ കാണുന്ന ഒരു ജീവിയാണിത്. കടലിന്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത നോക്ക്, ബ്ലൂ വെയിൽ. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം എവിടെയാണ് കാണുന്നത്? കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കാം. നീലത്തിമിംഗലം മമ്മൽസിൽ വരുന്നതാണ്. എന്തോന്നാണ്? ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ ഈസ് ദ ലാർജസ്റ്റ് ക്രിയേച്ചേഴ്സ് ഓൺ ദ എർത്ത്, ലീവ്സ് ഇൻ സീ. ഏറ്റവും ലാർജസ്റ്റ് ക്രിയേച്ചേഴ്സ് ഇൻ ദ എർത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ. ഓക്കെ, അടുത്ത് നോക്ക്, മെനി വേസ് ഓഫ് മൂവ്മെന്റ്സ്, പലവിധം അങ്ങനെ സഞ്ചാരം. പേപ്പർ ക്രാഫ്റ്റ് ആണ് ഇത്. കടലാസ് മടക്കി പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് തവള ചാടുന്നത്, പാമ്പ് എഴയുന്നത്, മത്സ്യം നീന്തുന്നത്, ആ ഒരു രീതിയിൽ മാറ്റിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജീവികളെ പല രീതിയിൽ തിരിക്കാം. വാക്കിംഗ് ക്രീച്ചേഴ്സ്, നടക്കുന്നവ; ക്രോളിംഗ് ക്രീച്ചേഴ്സ്, ഇഴയുന്നവ; ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്നവ; സ്വിമ്മിങ് ക്രീച്ചേഴ്സ്, നീന്തുന്നവ; ജമ്പിങ് ക്രീച്ചേഴ്സ്, ചാടി പോകുന്നവ. അപ്പോൾ വാക്കിങ്ങിൽ എലിഫന്റ്, ഡോഗ്, ജിറാഫ്. ഇനി നമുക്ക് എഴുതാം. ക്രോളിങ്ങിൽ സ്നേക്ക്, സ്നെയിൽ, എർത്തുവാം. പിന്നെ അടുത്തെന്തോന്നാണ്? ഫ്ലൈയിങ്ങിൽ ക്രോ, ക്രെയിൻ, പാരറ്റ്. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇനി എഴുതാം. സ്വിമ്മിങ് ക്രീച്ചേഴ്സിൽ ഏതൊക്കെ? ഫിഷ്, ബ്ലൂ വെയിൽ, ഡോൾഫിൻ. അതും എഴുതാം ഇനി ഒത്തിരി. ചാടി പോകുന്നതിൽ ഏതൊക്കെ എഴുതാം? ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, കങ്കാരു. ഓക്കെ, മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ എന്ന്. തവളയും പുൽച്ചാടിയൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ എങ്ങനെയാണ്? ചാടിയാണ് പോകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ അത് പറഞ്ഞായിരുന്നു. അടുത്ത് നോക്കുക, തവള. ദ ബാക്ക് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ദ ഫ്രണ്ട് ലെഗ്സ്. ബാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലെഗിനേക്കാളും നീളം കൂടിയതാണ്. ദ ബാക്ക് ലെഗ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ജമ്പിങ്. ബാക്ക് ലെഗ്സ് കൂടുതലായിട്ട് ജമ്പ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഗ്രാസ് ഹോപ്പറിന്റെ പ്രത്യേകത എന്താണ്? ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ച് ഒരിടത്ത് നിന്ന് 2 മീറ്റർ വരെ ദൂരത്തേക്ക് ചാടി സഞ്ചരിക്കാൻ പുൽച്ചാടിക്ക് കഴിയും. മുൻകാലുകൾ ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ പച്ചത്തുള്ളൻ, പച്ചക്കുതിര എന്നിങ്ങനെ ഇവ വിളിക്കപ്പെടുന്നു. ഇനി ഓരോ ക്രീച്ചേഴ്സും അതിൻ്റെ ബോഡി ഫീച്ചേഴ്സും മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തത് ഹോഴ്സ്. എങ്ങനെയാണ്? 4 legs that bend backward. പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളാണ്. അത് നടക്കുകയും ചെയ്യും, ഓടുകയും ചെയ്യും. വാക്ക് ആൻഡ് റൺ. അടുത്ത സ്നേക്ക്, നോ ലെഗ്സ്, ദ എൻറ്റയർ ബോഡി പാർട്സ് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെന്റ്. കാലുകളില്ല, ശരീരഭാഗം മുഴുവൻ സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അവ ഇഴയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഡോവ് എടുത്തു കഴിഞ്ഞാൽ there are legs, there are wings. ഇവയ്ക്ക് കാലുകളുമുണ്ട്, ചിറകുകളുണ്ട്. നടക്കുകയും ചെയ്യും, പറക്കുകയും ചെയ്യും. അടുത്തതാണ് ഫിഷ് എടുത്താൽ ബോത്ത് എൻഡ്സ് പോയിന്റഡ് ബോഡി, വിങ്സ് ഓൺ സൈഡ്സ് ആർ ടെയിൽ, സ്വിം. രണ്ടറ്റവും കൂർത്ത ശരീരഭാഗമാണ്. വശങ്ങളിലേക്കും വാലിലും ഒക്കെ ചിറകുകളുണ്ട്. ഇവ നീന്തുന്നു. ഓക്കെ, ഇനി ഡക്കിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ്. സഞ്ചാര രീതി നിരീക്ഷിക്കാനാണ്. ഡക്കിന്റെ ഫീറ്റ് എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റാണ്. ഇങ്ങനെ ചേർന്ന് പാത ഒട്ടിയിരിക്കുന്ന ഒരു ഫീറ്റാണ് ഡക്കിൻ്റെത്. ദേർ ആർ വിങ്സ്, ചിറകുകളുണ്ട്. ദേർ ആർ ലെഗ്സ്, അതിന് കാലുകളുണ്ട്. അത് നടക്കുകയും ചെയ്യുന്നു, നീന്തുകയും ചെയ്യുന്നു. പിന്നെ എന്തോന്നാണ്? ഫ്ലൈ, പറക്കുകയും ചെയ്യുന്നു. ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന മറ്റു ജീവികൾ ഏതൊക്കെയാണ്? ആമ, മുതല, നീർക്കാക്ക, നീർക്കോലി, ഞണ്ട്. ഇവയൊക്കെ എന്തോന്നാണ്? നടക്കുകയും ചെയ്യും. ചിലത് ഇതിൽ നടക്കുന്നതുണ്ട്, പറക്കുന്നതുണ്ട്, ഇഴയുന്നതുണ്ട്. അങ്ങനെ പല രീതിക്ക് ഉണ്ട്. ഓക്കെ, each creatures have a movement based on the features of its body and environment that it lives. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകത അനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ
വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്